നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിവർപൂൾ ന്യൂകാസിൽ മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ഹൈലൈറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർസണൽ മത്സരമായിരിക്കും. പക്ഷേ അവരെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ലിവർപൂളും ന്യൂകാസിൽ യുണൈറ്റഡും ഇന്ന് കൊണ്ടുവന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. എനിക്ക് തോന്നിയത് ഒരു ബോക്സിംഗ് മത്സരത്തിന്റെ പ്രതീതിയായിരുന്നു. കാരണം ന്യൂകാസിൽ ഒരു പഞ്ച് കൊടുക്കുന്നു, ലിവർപൂൾ ഒരു കൗണ്ടർ പഞ്ച് അടിക്കുന്നു. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 3-3 എന്ന രീതിയിൽ സമനിലയിൽ പിരിയുകയും ചെയ്തു. അപ്പൊ ലിവർപൂളിന് വേണ്ടി റൈറ്റ് ബാക്ക് ആയിട്ട് ഇറങ്ങിയത് കോൺസയാണ്. കൊനാട്ടെ ഡിഫൻസിലില്ല, അതുകൊണ്ട് ജോ ഗോമസ് ഡിഫൻസിൽ കളിക്കുകയും ചെയ്തു. ഇവർ രണ്ടുപേരും ഇന്ന് ഫസ്റ്റ് ഹാഫിൽ ഹൊറിബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആന്റണി ഗോർഡനൊക്കെ 3-4 പ്രാവശ്യം ഇവരെ ഡ്രിബിൾ ചെയ്ത് ബോക്സിനകത്തേക്ക് എത്തി. ഭാഗ്യം കൊണ്ട് മാത്രമാണ് പല ഓപ്പർച്യൂണിറ്റികളും കൺവേർട്ട് ചെയ്യാതെ പോയത് എന്ന് പറയേണ്ടി വരും. ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് 1-2 ഹാഫ് ചാൻസുകൾ ഉണ്ടായിരുന്നു. മെക്കാലിസ്റ്ററിന് കിട്ടിയിട്ടുള്ള ഒരു ചാൻസ് എടുത്തു പറയേണ്ടതുണ്ട്. നമുക്കറിയാം ഈ ഒരു ന്യൂകാസിൽ ടീമിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ ഫിസിക്കൽ ആയിട്ടുള്ള അവരുടെ മിഡ്ഫീൽഡ് തന്നെയാണ്. ഗുമെരസ്, ജോ ലിണ്ടൻ ആൻഡ് ടൊണാലി അവര് കട്ടക്ക് നിന്നു. പലപ്പോഴും പ്രസ് ചെയ്തിട്ട് മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ റിക്കവർ ചെയ്തു. ഇവരെ ഫൗൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് പലപ്പോഴും ലിവർപൂളിന്റെ പ്ലേയേഴ്സിന് പോകേണ്ടി വന്നു. കാരണം അത്ര ഫിസിക്കലായിട്ടാണ് ഇവർ ടേൺ ചെയ്യുന്നതും ആ സ്പീഡോടെ മുമ്പോട്ട് പോകുന്നതും. അങ്ങനെ ഏർലി യെല്ലോ കാർഡ് മെക്കാലിസ്റ്ററിനും കോൺസക്കും കിട്ടി. ഇതൊരു റെഡ് കാർഡിലേക്ക് പോകുമോ എന്നുള്ള ഒരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയി. ആ സമയത്ത് തന്നെ നമുക്കറിയായിരുന്നു ന്യൂകാസിൽ ഇപ്പൊ സ്കോർ ചെയ്യുന്നുള്ള ഒരു ടെൻഷൻ എല്ലാവരുടെയും സൈഡിൽ ഉണ്ടായിരുന്നു. അധികം വൈകാതെ ഇസാക്കിന്റെ സൈഡിൽ നിന്ന് ഒരു ബ്രില്യൻ ഷോട്ട് വരുന്നു. 35-ാമത്തെ മിനിറ്റിൽ കെലഹറെ കബളിപ്പിച്ചുകൊണ്ട് ന്യൂകാസിൽ 1-0 മുമ്പിലെത്തുകയും ചെയ്തു. പിന്നീട് 1-2 ഹാഫ് ചാൻസുകളൊക്കെ കിട്ടി. അത് കൺവേർട്ട് ചെയ്യാൻ ലിവർപൂളിന് കഴിഞ്ഞില്ല. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ 1-0 ലീഡ് ന്യൂകാസിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഉറപ്പായിരുന്നു സ്ലോട്ട് ഹാഫ് ടൈമിൽ നല്ലൊരു ലെസൺ ടീമിന് കൊടുക്കും, കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് സെക്കൻഡ് ഹാഫിൽ വരുന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. അതിന് സംഭവിച്ചു. റൈറ്റ് വിങ് കുറച്ചുകൂടി ആക്റ്റീവായി. എനിക്ക് തോന്നുന്നു കേർട്ടിസ് ജോൺസ് കുറച്ചുകൂടി ഒഫൻസീവ്ലി ബ്രില്യൻ്റ് ആയിട്ട് കളിക്കാൻ തുടങ്ങി. റൈറ്റ് വിങ്ങിൽ മോസലി ആയിട്ട് ഒരു കണക്ഷനൊക്കെ വന്നു. അങ്ങനെ 50-ാമത്തെ മിനിറ്റിൽ കേർട്ടിസ് ജോൺസിന്റെ ഒരു അടിപൊളി ഗോള് വരുന്നു. ലിവർപൂൾ കളിയിലേക്ക് തിരിച്ചു വന്നു. പിന്നെയാണ് ഒരു മാസീവ് മിസ്റ്റേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വീണ്ടും നമ്മൾ കാണുന്നത്. ആന്റണി ഗോർഡൻ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സിറ്റുവേഷനിൽ ബോളുമായിട്ട് മുമ്പോട്ട് പോകുന്നു. ഇവിടെ ജോ ഗോമസ് പുള്ളിയെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുള്ളിയെ ഫൗൾ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ബോളുമായിട്ട് മുമ്പോട്ട് പോയി. ആ സമയത്താണ് പുള്ളി റോങ് ഫൂട്ടിലായതും കട്ട് ബാക്ക് ചെയ്തുകൊണ്ട് ആന്റണി ഗോർഡൻ ബോക്സിലേക്ക് ഒരു ഷോട്ട് അടിക്കുന്നു. തടഞ്ഞു നോക്കി, പക്ഷെ ഡിഫ്ലക്റ്റ് ആയി ബോൾ പോസ്റ്റിലേക്ക് എത്തി. അങ്ങനെ 2-1 ലീഡിലേക്ക് ന്യൂകാസിൽ വീണ്ടും എത്തുകയാണ്. ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ലിവർപൂളിനെ ഹെൽപ്പ് ചെയ്തത് മോ സലയുടെ ഒരു ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനും ആ സമയം വന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ അലക്സാണ്ടർ അർണോൾഡ് വന്നു, സബോസ്ലായി വന്നു. ഇപ്പോൾ റൈറ്റ് വിങ് കൂടെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ലിവർപൂൾ തീരുമാനിച്ചത്. ഈ സമയത്ത് പ്രീ അസിസ്റ്റ് ആയിട്ട് സബോസ്ലായുടെ ബോൾ വരുന്നു. അർണോൾഡ് ബോൾ മുമ്പോട്ട് കൊടുക്കുന്നു. മോ സലയുടെ കൃത്യമായിട്ടുള്ള റണ്ണ് ഒരു അടിപൊളി ഷോട്ടോടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കോർണറിലേക്ക് ഒരു പ്ലേസ്മെന്റ് ഷോട്ടാണ് നമ്മൾ കണ്ടത്. അങ്ങനെ 2-2 ലിവർപൂൾ കളിയിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നു. അധികം വൈകാതെ മറ്റൊരു കൗണ്ടറിനുള്ള ചാൻസ് കൃത്യമായിട്ട് സലയിലേക്ക് എത്തിക്കാൻ അർണോൾഡിന് സാധിച്ചു. അങ്ങനെ 3-ാമത്തെ ഗോളും വരികയാണ്. ഈ 3 ഗോളുകളുടെ ലീഡ് കിട്ടിയതോടെ കളി കുറച്ചുകൂടി ഫിസിക്കലായി. ലിവർപൂൾ നന്നായിട്ട് തന്നെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 1-2 ഷോട്ടുകൾ പോസ്റ്റിന്റെ ബാർ തട്ടി പുറത്തേക്ക് പോയി. ക്ലോസ് റേഞ്ചിലുള്ള സേവുകൾ ഉണ്ടായിരുന്നു. ജോ ലിണ്ടൻ ഒക്കെ ഫസ്റ്റ് ഹാഫിൽ തന്നെ യെല്ലോ കാർഡ് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി പാനിക് ആയതുപോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ സെന്റ് ജെയിംസ് പാർക്ക് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് കളിക്കാൻ ഉള്ള ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഓഫർ ചെയ്യുന്നില്ല. അങ്ങനെ കളി 3-2 ലിവർപൂൾ ജയിക്കുന്നുള്ള സിറ്റുവേഷൻ വന്നു. അവസാന ഘട്ടത്തിലേക്ക് കളി പോയി. ആ സമയത്താണ് കെലഹറുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുന്നത്. സാധാരണ പുള്ളി ഇതുപോലുള്ള മിസ്റ്റേക്ക് കാണിക്കാറില്ല. റൈറ്റ് വിങ് നിന്ന് ബോക്സിലേക്ക് വന്നൊരു പന്ത് പുറത്തു പോകുമെന്ന് കരുതിയിട്ട് കെലഹർ ലീവ് ചെയ്യുന്നു. അത് വലിയൊരു ബ്ലണ്ടർ ആയിരുന്നു. കാരണം ഫാബിയൻ ഷാർ ലെഫ്റ്റ് വിങ്ങിൽ ഈ ബോളിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളി എങ്ങനെയാണ് ആ ഒരു ആംഗിളിൽ ഷോട്ട് അടിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം
സാധാരണ ഇങ്ങനെ ഷോട്ട് അടിക്കുമ്പോൾ സൈഡ് നെറ്റിലേക്കാണ് പോകാറുള്ളത്. പക്ഷേ പുള്ളി സ്ലൈഡ് ചെയ്തിട്ട് ഒരു ടൈറ്റ് ആംഗിളിൽ ആ ഷോട്ട് അടിക്കുന്നു. കെലഹറുടെ കഷ്ടകാലത്തിന് ആ ബോൾ പോസ്റ്റിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ 3-3 ന്യൂകാസിൽ കളിയിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് അധികം ചാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു കളി അവസാനിക്കുമ്പോൾ 2 ടീമുകളും ഓരോ പോയിന്റോടെ പിരിയുന്ന ഒരു കാഴ്ച വന്നു. ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഒരു ബെറ്റർ റിസൾട്ടാണ് ഇൻസ്റ്റെഡ് ഓഫ് ലോസ്. പക്ഷേ സ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് ബ്രില്യൻ്റ് ആയിരുന്നു. 2 പ്രാവശ്യം കംബാക്ക് ചെയ്തിട്ടുള്ള ഒരു മത്സരമാണ്. ശരിക്കും പറഞ്ഞാൽ ലിവർപൂൾ ജയിക്കാനുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മിസ്റ്റേക്ക് ഒരു ഡ്രോയിലേക്ക് പോയതാണ് എന്ന് പറയേണ്ടി വരും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.